മഹാകാരുണ്യവാനായ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സമാഗതരായ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിൽ വന്ദനങ്ങൾ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ രക്ഷയുടെ ദൈവമായി നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ ഇന്നും നമുക്കൊരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയോട് ചേരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ഇന്ന് യാത്ര പോകുന്ന ഷോണിന്റെ യാത്രകളിൽ കർത്താവ് കൂടെ ഇരിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും മംഗളങ്ങൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൂക്ഷിക്കട്ടെ മോനെ. നമുക്കൊരുമിച്ച് ദൈവത്തിന്റെ വചനത്തിലേക്ക് ഇന്നും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്താവിഷയം. സഭ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാന്ത തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. എങ്ങനെയാണ് കർത്താവിന്റെ വരവിനായി നാം ഒരുങ്ങേണ്ടത്? ക്രിസ്തുവിന്റെ വരവിനായി നാം ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകത, ഒരുങ്ങേണ്ട രീതി. പല ആശയങ്ങളും പല ഇസങ്ങളുമൊക്കെ ഇതിനകത്തിലും നിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഇസങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ഇടയിൽ വലിയ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കർത്താവിന്റെ വരവിനായിട്ട് നാം എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ചിത്രം വിവരിക്കാതെ നമുക്കൊന്ന് ചിന്തിക്കാം. 30-ൽ പരം കാര്യങ്ങളുണ്ട്. വിവരിക്കാനായിട്ട് പോയാൽ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഇതിന് ശേഷം ഇത് വേറെയായിട്ട് നമുക്ക് പഠിക്കാമെന്നായിരുന്നു. എന്നാൽ വിവരിക്കാതെ ഞാൻ ആ കാര്യങ്ങളൊന്ന് പറയാം, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മാത്രം. വിവരണം നമുക്ക് വേണമെങ്കിൽ ഇതിന് ശേഷം, ഒരു വെളിപ്പാട് പുസ്തകം തീർന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ കാര്യം എടുക്കാം. എങ്ങനെയാണ് ഒരു വ്യക്തി കർത്താവിന് വേണ്ടി ഒരുങ്ങേണ്ടത്? ഭൂമിയിലുള്ള മനുഷ്യരെ വേദപുസ്തകം 3 തരംതിരിക്കുന്നത് നമുക്കറിയാം. 1 കൊരിന്ത്യർ 10-32 വാക്യമാണ് അതിന് ആധാരം. യഹൂദൻ, യവനൻ, ദൈവസഭ. Jews, Greeks and the Church of God. 1 Corinthians 10:32. അതുകൂടാതെ മറ്റൊരു വിഭജനം നമുക്ക് നടത്തിയാൽ, വേദപുസ്തകം അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് ജനങ്ങളെ രക്ഷിക്കപ്പെട്ടവരെന്നും രക്ഷിക്കപ്പെടാത്തവരെന്നും 2 തരംതിരിക്കാം. ക്രിസ്തുവിന്റെ കാന്തയും അല്ലാത്തവരും, ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരും അല്ലാത്തവരും, ഇങ്ങനെ 2 നമുക്ക് തരംതിരിക്കാം. അതിൽ ഒരു നാച്ചുറൽ മാൻ, ഒരു പ്രാകൃത മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവന്റെ രക്ഷയാണ്. അവൻ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ എ നാച്ചുറൽ മാൻ.
who is not born again is his salvation, forgiveness of sins. ഒരു സാധാരണ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ആരും ആയിക്കോട്ടെ, അവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, പാപമോചനം പ്രാപിക്കുക, നിത്യജീവന്റെ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ച്, എ ബോൺ അഗെയിൻ പേഴ്സൺ, for him most important thing is the coming of the Lord. അവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം, രക്ഷിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ച്, ജീവപുസ്തകത്തിൽ പേര് ചേർക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയാണെങ്കിൽ ആ നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് നാം ഒരുങ്ങുക. അതുമായി ബന്ധപ്പെട്ട് ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഞങ്ങളുടെ ഹിന്ദി ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം. 21:36 ലൂക്ക്. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. ഇതാണ് നമ്മുടെ മുൻപിലുള്ള രണ്ട് ലക്ഷ്യങ്ങൾ. ഒന്ന്, ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോവുക. രണ്ട്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ പ്രാപ്തരാവുക. Two most important purposes in our lives. Be saved from all these occurrences mentioned before or up to 33. 33-ാം വാക്യം വരെ, ലൂക്കോസ് 21-ന്റെ 33 വരെ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെ പഠിച്ചത്. മനസ്സിലായോ? യേശുക്രിസ്തു ലൂക്കോസ് 21-ന്റെ 1 മുതൽ 33 വരെ പറഞ്ഞത്, അതിന്റെ കൂടുതലായ വിശദീകരണമാണ് വെളിപ്പാട് പുസ്തകം 6 മുതൽ 18-ാം അധ്യായം വരെ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സംഭവങ്ങളെ യേശു എടുത്തു പറഞ്ഞിട്ട് 36-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 12-ന്റെ 36-ൽ പറഞ്ഞിരിക്കുന്നു, ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടതിന്. സ്തോത്രം. That we may escape from all those things which are to be happen. കർത്താവിന്റെ വരവിൽ അല്ലെങ്കിൽ വരവുമായി അനുബന്ധിച്ച് സംഭവിക്കേണ്ട ഈ വിഷയങ്ങളെക്കുറിച്ച് കർത്താവ് നമുക്ക് ബുദ്ധിപദേശം തന്നിരിക്കുകയാണ്. എന്നിട്ടാണ് പറഞ്ഞത്, ആ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും നാം ഒഴിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ മുൻപിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഒന്നാണ് ഇത്. We may be worthy to escape all these things. രണ്ട്, we may be
boldly standing before the Son of Man. രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയം. നാം രക്ഷിക്കപ്പെട്ടുവെങ്കിൽ ഈ സംഭവിപ്പാനിരിക്കുന്ന മഹാപീഡനകാലത്തെ സംഭവങ്ങളിൽ നിന്നെല്ലാം, പീഡന സംഭവങ്ങളിൽ നിന്നെല്ലാം നാം ഒഴിഞ്ഞിരിക്കുക. 2, മനുഷ്യപുത്രന്റെ മുമ്പിൽ, ക്രിസ്തുവിന്റെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുക. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് അവന്റെ മുമ്പിൽ, അവന്റെ പ്രത്യക്ഷതയിൽ ധൈര്യമുണ്ടാകേണ്ടത്. 1 യോഹന്നാൻ 2-ാം അധ്യായം 28 മുതൽ 1 John 2:28 following. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. സ്തോത്രം. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകരുത്. എന്ന് വെച്ചാൽ നാം കൈവിടപ്പെട്ടു പോകരുതെന്നർത്ഥം. അതാണ് ലജ്ജിക്കുക. 2, അവന്റെ സന്നിധിയിൽ നമുക്ക് ധൈര്യമുണ്ടാകണം. പ്രാഗൽഭ്യം എന്ന് മറ്റൊരു പദം ഞാൻ അതിനാണ് ഉപയോഗിച്ചത്. ഇതാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം. മഹാപീഡന സംഭവ പരമ്പരകളിൽ നാം അകപ്പെട്ടു പോകരുത്. അതിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോവുകയില്ല എന്ന് നമ്മൾ ചില ദിവസങ്ങളെടുത്ത് പഠിച്ചത്. 2, കർത്താവിന്റെ വരവിൽ നാം ലജ്ജിച്ചു പോകരുത്. കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്ക് ധൈര്യമുണ്ടാവണം. അതിന് നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ആദ്യത്തെ ചില കാര്യങ്ങൾ ഒരു സാധാരണ മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം, റെക്കൺസൈൽ വിത്ത് ഗാഡ്. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. ഇത് ലോക മനുഷ്യനെ സംബന്ധിച്ചാണ് ആദ്യത്തെ ഒരു 4-5 കൂട്ടം കാര്യങ്ങൾ. അതും കൂടെ ഈ കൂട്ടത്തിൽ നമ്മൾ അങ്ങ് ചേർത്ത് പറയുന്നതേ ഉള്ളൂ. റെക്കൺസൈൽ വിത്ത് ഗാഡ്, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 18 മുതൽ ഉള്ള വാക്യങ്ങളാണ് അവിടെ, അല്ലെങ്കിൽ 17 മുതൽക്കുള്ള വാക്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവം യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. ആ നിരപ്പിന്റെ ശുശ്രൂഷ, നിരപ്പിന്റെ സന്ദേശം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, അതുകൊണ്ട് ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി അപേക്ഷിക്കുന്നു. അപ്പൊ ലോകത്തോടുള്ള സന്ദേശമാണ് റെക്കൺസൈൽ വിത്ത് ഗാഡ്. ദൈവത്തോട് നിരക്കുക. കാരണം പാപം നിമിത്തം മാനവജാതി ദൈവത്തോട് ശത്രുത്വത്തിലാണ്. ദൈവത്തോട് ശത്രുത്വത്തിലാണ്. അതിൽ നിന്ന് നാം നിരപ്പ് പ്രാപിക്കണം. അതിന് ക്രിസ്തുവാണ് ഏക വഴി. ദൈവത്തോട് നിരന്നുകൊള്ളുക. മറ്റൊരു സംഗതിയാണ്, രണ്ടാമത്തേതാണ് ബിലീവ് ഇൻ ക്രൈസ്റ്റ്.
യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നമുക്ക് പരിചിതമാണ്. കർത്താവായ യേശുവിനെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കണം. യോഹന്നാൻ 20:30-31, ജോൺ 20:30-31. സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ വായിപ്പിക്കാത്തത്. അവിടെ പ്രത്യേകിച്ച് 31-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, ഈ എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യേശു തന്നെ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഒത്തിരി വാക്യങ്ങൾ വേറെ ഉണ്ട് വിശ്വസിക്കുക എന്നുള്ളതിന്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഞാൻ എന്നും പറയാറുള്ളത് പോലെ യേശു ആരാണ് എന്നും യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നും വിശ്വസിക്കുക. അതാണ് ഈ 2 വാക്യങ്ങൾ. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുക. 2, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുക. യേശു ക്രിസ്തുവിന്റെ വരവിനായിട്ട് ഒരുങ്ങാനുള്ള 2ാമത്തെ വഴിയാണ് യേശുവിൽ വിശ്വസിക്കുക. 3, റിപ്പന്റ് ഫ്രം സിൻസ്, പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുക. പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക. യോഹന്നാൻ സ്നാപകനും യേശുക്രിസ്തുവും ഒക്കെ പ്രസംഗിച്ചു തുടങ്ങിയതേ ഇത് തന്നെയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളോടും, അതിൽ 2 സഭകളോടൊഴിച്ച് സ്മുർണയോടും ഫിലദൽഫിയയോടും ഒഴികെയുള്ള ബാക്കി 5 സഭകളോടും ക്രിസ്തു പറഞ്ഞതും മാനസാന്തരപ്പെടുക എന്ന്. ലൂക്കോസ് 13:3-5 യേശു ക്രിസ്തു പറഞ്ഞു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പോസ്തല പ്രവൃത്തികൾ 2:38, ആക്ട്സ് 2:38, അവിടെയും പത്രോസ് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. ആക്ട്സ് 3:19, അപ്പോസ്തല പ്രവൃത്തി 3:19 പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ദാറ്റ് മീൻസ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ കൈപൊക്കുന്നതും ഡിസിഷൻ കാർഡ് പൂരിപ്പിച്ചു കൊടുക്കുന്നതൊന്നുമല്ല. മാനസാന്തരം പാപത്തെക്കുറിച്ചുള്ള ഉത്ബോധം നിമിത്തം ഹൃദയം തകരുന്ന അവസ്ഥ. ചിലർ കരയും, ചിലർ കരയത്തില്ല, പക്ഷെ ഉള്ളം തകരും. ചിലർക്ക് പെട്ടെന്ന് കണ്ണുനീര് വരും, ചിലർക്ക് കണ്ണുനീര് വരത്തില്ല. അതുകൊണ്ട് കരയുക എന്നത് അവിടെ വലിയ വിഷയമല്ല, ഹൃദയത്തിന്റെ അനുതാപമാണ് വിഷയം. That regret and remorse for the sins committed and also for the sinful nature within. ചെയ്തുപോയ പാപം നിമിത്തവും ഉൾവസിക്കുന്ന പാപം നിമിത്തവുമുള്ള പശ്ചാത്താപം, തകർന്ന ഹൃദയം. ദൈവത്തിന്റെ ഹന്നയാഗങ്ങൾ തകർന്നിരിക്കുന്നു.
തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ യഹോവേ നീ നിരസിക്കയില്ല. വേറെ ഒരു ഹനനയാഗവും ദൈവം ചോദിച്ചില്ല. 51 സങ്കീർത്തനത്തിൽ ദാവീദ് മാനസാന്തരപ്പെട്ടപ്പോൾ പറയുന്ന കാര്യമാണത്. വേറെ ഒന്നും വേണ്ട. അങ്ങനെ തകർന്ന ഹൃദയം, മാനസാന്തരം, അനുതാപം, അനുതപിച്ചിട്ട് എന്ത് വേണം? ഗിവിങ് അപ്പ് ദാറ്റ് സിൻ. ആ പാപപ്രകൃതത്തെ ഉപേക്ഷിക്കുക. ഇതാണ് മാനസാന്തരം. അപ്പം പാപബോധം, അത് നിമിത്തമുള്ള അനുതാപം, പിന്നെ പാപത്തെ ഉപേക്ഷിക്കൽ. ദെൻ ടേണിംഗ് ബാക്ക് ടു ഗാഡ്, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരിക. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് മാനസാന്തരം. സ്തോത്രം. അതിൽ പാപബോധവും അനുതാപവും പാപം ഉപേക്ഷിക്കലും ദൈവത്തിങ്കിലേക്ക് തിരിയലും ഏറ്റവും പ്രധാനപ്പെട്ട 4 ചുവടുകളാണ് മാനസാന്തരത്തിലെ. ഇത് കൂടാതെ മാനസാന്തരം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 28:13 നമ്മൾ വായിക്കുന്നത്, Proverbs 28:13, തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ, ഗിവിങ് അപ്പ്, ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പോൾ മാനസാന്തരപ്പെടുക. ഒന്ന്, റെക്കൺസൈൽ വിത്ത് ഗാഡ്, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. 2, യേശുവിൽ വിശ്വസിക്കുക. 3, മാനസാന്തരപ്പെടുക. 4, yielding oneself for the lordship of Jesus. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുക. അതിനെയാണ് നമ്മൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക എന്ന് നമ്മൾ പറയുന്നത്. Accepting the lordship of Jesus in every area of one's life. ഒരുവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യേശുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുക. യേശുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുക. യേശുവിനെ കർത്താവായി ജീവിതത്തിൽ വിശുദ്ധീകരിക്കുക എന്നൊക്കെ അതിന് പറയും. സ്തോത്രം. റോമാലേഖനം 10:9-10 പ്രസക്തമാണ്. അതുപോലെ പത്രോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവായി ഹൃദയങ്ങളിൽ വിശുദ്ധീകരിപ്പീൻ. 14 വാക്യത്തിലാണ് പറയുന്നത്, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. സാങ്ക്ടിഫൈ ജീസസ് ക്രൈസ്റ്റ് ആസ് ദ ലോർഡ് ഇൻ യുവർ ഹാർട്ട്സ്. അപ്പോൾ യേശുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുക. യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ പോരാ, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ക്രിസ്തുവിന് കൈമാറുക. നാം പൂർണ്ണമായും ക്രിസ്തുവിന് കീഴ്പ്പെടുക. സ്തോത്രം. ഇത് രക്ഷിക്കപ്പെടുന്ന ഒരുവനെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കും ആജീവനാന്തം യേശുവിന്റെ
ആ ലോഡ്ഷിപ്പിന്, കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് തന്നെ ഇരിക്കേണ്ടതായിട്ടുമുണ്ട്. അടുത്തതാണ് വിശ്വാസ സ്നാനം സ്വീകരിക്കുക എന്നുള്ളത്. ബി വാട്ടർ ബാപ്റ്റൈസ്ഡ്. കർത്താവായ യേശുവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ഉള്ള ആദ്യ പടികളിൽ ഒന്നാണ് വെള്ളം കൊണ്ടുള്ള മുഴുകൽ സ്നാനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുങ്ങിയുള്ള സ്നാനം. മുങ്ങിയുള്ള സ്നാനം വെള്ളത്തിൽ. കാരണം വെള്ളത്തിൽ അല്ലാതെ സ്നാനം ഏൽക്കുന്നവരും ക്രൈസ്തവ സമൂഹങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം. രക്ഷാസൈന്യം, സാൽവേഷൻ ആർമിക്കാർക്ക് കൊടിക്കീഴിലാണ് സ്നാനം. വെള്ളം അവർക്ക് വേണ്ട. അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമെന്ന് നാം കാണുന്നു. ഇമേഴ്സൺ ബാപ്റ്റിസം. In the name of the Father and of the Son and of the Holy Spirit. വിശ്വാസ സ്നാനം. ഇതിനെ വിശ്വാസ സ്നാനം എന്നാണ് വിളിക്കുന്നത്. വിശ്വസിച്ചനന്തരമുള്ള സ്നാനം എന്നർത്ഥം. ബിലീവേഴ്സ് ബാപ്റ്റിസം. അതിനുശേഷം ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. ആത്മനിറവിന്റെ അനുഭവം, ജീവിതം. ആത്മാവിനെ പ്രാപിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ പറ്റൂ. അത് വാഗ്ദത്തവുമാണ്, ദാനവുമാണ്. The Holy Spirit is both promise and the gift. The Holy Spirit is the promise, also the gift. പരിശുദ്ധാത്മാവ് ദാനവുമാണ്, വാഗ്ദത്തവുമാണ്. ആക്ട്സ് chapter 2, 39. and 40. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. വാഗ്ദത്തം. 38 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവിടെ തന്നെ ആക്ട്സ് 2, 38, 39, 40 ഈ രണ്ട് വാക്യങ്ങളിൽ തന്നെ 38, 39 തന്നെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് ദാനവുമാണ്, വാഗ്ദത്തവുമാണ്. ആക്ട്സ് 19 അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പൗലോസ് എഫെസോസിലെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യോത്തരവേളയിൽ ആ കാര്യം ഊന്നി പറഞ്ഞിരുന്നല്ലോ. അതിനോട് ചേർത്ത് റോമാലേഖനം 8-ന്റെ 9-ഉം 11-ഉം കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. റോമൻസ് 8, 9 and 11 അവിടെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവരല്ല. 11 നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ ആ ആത്മാവിനെ കൊണ്ട് നമ്മെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ദൈവത്തോട് നിരന്നാൽ, മാനസാന്തരപ്പെട്ടാൽ, യേശുവിൽ വിശ്വസിച്ചാൽ, യേശുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടാൽ, വിശ്വാസ സ്നാനം സ്വീകരിച്ചാൽ നമുക്ക് അടുത്തത് വേണ്ടത് പരിശുദ്ധാത്മ നിറവാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ നാം ദൈവത്തിനുള്ളവർ അല്ല, അല്ലെങ്കിൽ കർത്താവിനുള്ളവരല്ല. ആത്മാവ് നമ്മിൽ വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉയർപ്പോ രൂപാന്തരമോ സംഭവിക്കുകയില്ല. സ്തോത്രം. വചനവും ആത്മാവും
the word and the spirit of God. ഇത് രണ്ടും മാനസാന്തരം മുതൽ രൂപാന്തരം വരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. മനസ്സിലായോ? Both the word of God and the spirit of God work together in a person from the very beginning of one's Christian life, born again experience, till his resurrection or transformation and conformation to the very image of Christ. ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവവചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ ക്രിയാത്മക പ്രവർത്തനം നമുക്ക് കാണാം. ഒരു പാപി വീണ്ടും ജനിക്കുന്നത് തന്നെ ദൈവവചനത്തിന്റെയും ആത്മാവിന്റെയും സംയോജിത പ്രവർത്തനത്തിലൂടെയാണ്. A person is born again because of the combined ministry of the word and the spirit of God. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് 1 പത്രോസ് 1:23 വാക്യത്തിൽ, ഫസ്റ്റ് പീറ്റർ 1:23 നമ്മൾ കണ്ടതാണ്, ദൈവവചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 John 3:9, 1 യോഹന്നാൻ 3:9 നാം അത് കണ്ടു. ദൈവത്തിന്റെ വിത്ത് അഥവാ ദൈവത്തിന്റെ വചനം നമ്മിൽ, അത് നിമിത്തം നാം ജനിച്ചിരിക്കുന്നു. യോഹന്നാൻ 3:6-7, ജോൺ 3:6-7 അവിടെ കാണുന്നു, we are born by the spirit, ആത്മാവിനാലുള്ള വീണ്ടും ജനനം. വചനത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം. അവിടെ നിക്കോദീമോസിനോട് യേശു പറയുന്നുണ്ട് എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നതെന്ന്. എങ്ങനെയാ? വെള്ളത്താലും ആത്മാവിനാലും. നമ്മൾ അവിടുത്തെ വെള്ളത്തെ സ്നാനമായിട്ടാണ് സാധാരണ പരിഗണിക്കാറ്. അത് സ്നാനമല്ല. സ്നാനത്താൽ വീണ്ടും ജനനം സംഭവിക്കുന്നില്ല. സ്നാനത്താൽ വീണ്ടും ജനനം സംഭവിക്കുമോ? ഇല്ല. വചനത്താലാണ് വീണ്ടും ജനനം. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ. അപ്പോൾ അവിടുത്തെ വെള്ളം വചനത്തെയാണ് കാണിക്കുന്നത്. കാരണം വചനത്താലാണ് വീണ്ടും ജനനം, വെള്ളത്താലല്ല. അതായത് സ്നാനജലത്താൽ അല്ല വീണ്ടും ജനനം. അങ്ങനെയായിരുന്നെങ്കിൽ പിടിച്ച് നമുക്കങ്ങ് മുക്കി വിട്ടാൽ മതിയായിരുന്നു, വീണ്ടും ജനിച്ചനെയായിരുന്നു. നടക്കത്തില്ല. അപ്പൊ വചനത്താലും ആത്മാവിനാലുമാണ് ഒരു വ്യക്തി സംയോജിതമായ പ്രവർത്തനത്താൽ പുതുജനനം പ്രാപിക്കുന്നത്. ആ രണ്ട് ദൈവീക തത്വങ്ങളുടെ, ആ രണ്ട് ദൈവീക വസ്തുതകളുടെ കൂട്ടായ പ്രവർത്തനം വീണ്ടും ജനനം മുതൽ എപ്പോൾ വരെ തുടരുന്നുണ്ട്? ട്രാൻസ്ഫോർമേഷൻ. ക്രിസ്തുവിൽ മരിക്കുകയാണെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ, ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ രൂപാന്തരം, എന്നിട്ട് യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ഉള്ള ആനുരൂപ്യം വരെ ഇത് തുടരും. അപ്പോൾ വചനത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനാനുഭവം മുതൽക്ക് നമ്മെ
ഉയർത്തെഴുന്നേൽപ്പിച്ചോ രൂപാന്തരപ്പെടുത്തിയോ ക്രിസ്താനുരൂപരായി തിരുസന്നിധിയിൽ നിർത്തുന്നതുവരെ ഈ ദൈവവചനത്തിന്റെയും ദൈവാത്മാവിന്റെയും പ്രവർത്തനം നമ്മിൽ നിരന്തരമായി ഇരിക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അനുഭവം, നിറവ് നമുക്ക് അനിവാര്യമാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ നിർഭാഗ്യവശാൽ ആരാധിക്കാൻ വേണ്ടിയാണ് ആത്മാവ് എന്ന ഒരു വികലമായ പഠിപ്പീരുണ്ട്. തെറ്റാണത്. ആത്മാവിൽ ആരാധിക്കുക എന്ന ഒരു പ്രയോഗം മാത്രം നടത്തി പാട്ടിന്റെയൊക്കെ ഒടുവിൽ ഒന്ന് കുലുങ്ങി രണ്ടന്യഭാഷ പറഞ്ഞ് നിർത്തുന്ന ഒരു നിലയിലേക്ക് ആത്മപ്രവർത്തനത്തെ നമ്മൾ ചുരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പഠിപ്പീരുകളിൽ, ഉപദേശങ്ങളിൽ പോലും അങ്ങനെ വന്നിട്ടുണ്ട്. പെന്തക്കോസ്ത് ഉപദേശം ഇതാണെന്ന് പെന്തക്കോസ്തുകാരും തെറ്റിദ്ധരിക്കുന്നു, അല്ലാത്തവരും തെറ്റിദ്ധരിക്കുന്നു. തെറ്റാണത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടത് ആരാധിക്കാനായിട്ടല്ല, അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല. അത് അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം. ഒരുവൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ, ഒരുവൻ സ്നാനമേറ്റുവെങ്കിൽ, യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിന്റെ ഭാഗമായി അവന് പരിശുദ്ധാത്മാഭിഷേകം, ആത്മനിറവ് പ്രാപിച്ചേ പറ്റൂ. അതാണ് അടുത്തത്. പരിശുദ്ധാത്മാവിന്റെ നിറവ്. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓർ ദ ഹോളി സ്പിരിറ്റ് എക്സ്പീരിയൻസ്. ഇത്രയും ഭാഗങ്ങൾ അല്ലെങ്കിൽ സ്നാനം വരെയുള്ള കാര്യങ്ങൾ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവിന്റെ വരവിനായിട്ടുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ്. എൻ്റെ കേൾവിക്കാരിൽ എല്ലാവരും ആദ്യത്തെ ഈ ഘട്ടങ്ങളിലൂടെ പോയവരാണ്, അനുഭവം ഉള്ളവരാണെന്ന് ഞാൻ കരുതുന്നു. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും യേശുവിന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെടുകയും വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും ചെയ്തവരാണെന്ന് ഞാൻ കരുതുന്നു. അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 5 അനുഭവങ്ങൾ ഏറ്റവും ആദ്യമായി പ്രാപിക്കണം. സ്തോത്രം. നമ്മുടെ ഭാഗത്തു നിന്നും ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും ജനനം ഉണ്ടാകുന്നു. ദൈവം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. ദൈവം നമ്മെ നീതീകരിക്കുന്നു. അതെല്ലാം ദൈവം നമ്മിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. സ്തോത്രം. മനസ്സിലായില്ല. 6 കാര്യങ്ങളെന്നാണോ? അതെ അതെ. ആദ്യത്തെ 5 എന്ന് പറഞ്ഞത് സ്നാനം വരെ. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരുവന് രക്ഷാനുഭവത്തിലേക്ക് എത്തുന്നതിന് ഈ 5 കാര്യങ്ങൾ വേണം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ 6-ാമത്തേത് മുതൽ എല്ലാ വിശുദ്ധന്മാരെ സംബന്ധിച്ചും അനിവാര്യമായ കാര്യം. അപ്പം ആദ്യത്തെ 5 ഇതുവരെ അനുഷ്ഠിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഈ കൂട്ടത്തിലോ ഇതിന് ശേഷമോ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ദൈവസ്നേഹത്തിൽ പ്രബോധിപ്പിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സഭയോട് ചേരാനോ മറ്റെന്തെങ്കിലും കാര്യപ്രാപ്തിക്കോ വേണ്ടിയല്ല, യേശുക്രിസ്തുവിന്റെ ശീഘ്രം നടക്കാനിരിക്കുന്ന വരവിൽ നാമും കാണപ്പെടേണ്ടതിനായി ആദ്യത്തെ 5 കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്.
അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് തീരും. യോഹന്നാൻ 1:12 പറയുന്ന വാഗ്ദത്തം, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുന്നതിനുള്ള അധികാരം തന്നിരിക്കുന്നു. യോഹന്നാൻ 3 യേശു പറഞ്ഞതുപോലെ അങ്ങനെയാകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് വീണ്ടും ജനിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെടുന്നു. ദൈവം നമ്മെ നീതീകരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ആദ്യത്തെ 5 എണ്ണം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ഇല്ല. ഇനിയുമാണ് നാമുമായുള്ള ബന്ധത്തിൽ. അതാണ് 6ാമതായിട്ട് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. 7. ഇനിയുള്ളത് പ്രായോഗികമായ വശങ്ങളാണ്. മുമ്പേ പറഞ്ഞതുപോലെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ നീതീകരിക്കുന്നു. നാം പിന്നെ നീതിമാന്മാരാണ്. We are then justified saints, അല്ലെങ്കിൽ sanctified sinners എന്നൊക്കെ വിളിക്കപ്പെടും. വിശുദ്ധീകരിക്കപ്പെട്ട പാപികളെന്നോ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരെന്നോ ഒക്കെ തിരിച്ചും മറിച്ചുമൊക്കെ വിളിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിൽ ആശ്രയിക്കുന്ന മാത്രയിൽ തന്നെ ദൈവം നമ്മെ നീതീകരിക്കുന്നു. അങ്ങനെ നാം നീതീകരിക്കപ്പെട്ടവരാണ്. ആ നീതീകരണത്തെയാണ് ക്രിസ്തുവിൽ വിശുദ്ധീകരണമെന്ന് അപ്പോസ്തലന്മാർ വിളിക്കുന്നത്. This justification by faith in Christ is also called positional sanctification in Christ. The justification is equal to positional sanctification in Christ at the very beginning of one's repentance or born again experience. ഒരു പാപിയുടെ മാനസാന്തരപ്പെടുന്ന സമയത്ത്, പുതുജനനാനുഭവ സമയത്ത് ദൈവം അവനെ നീതീകരിക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായം 3-ാം അധ്യായം 24 മുതൽ പറയുന്നുണ്ട്. റോമാലേഖനം 3-ാം അധ്യായം 24 മുതൽക്കുള്ള വാക്യങ്ങളാണ്. 4-ാം അധ്യായം മുഴുവനും അതിന്റെ വിശദീകരണമാണ്. 5-ാം അധ്യായത്തിന്റെ 1-ൽ, റോമൻസ് 5:1, 5-ന്റെ 1-ൽ അതിന്റെ പ്രഖ്യാപനമാണ്. എന്താ അവിടെ കാണുന്നത്? യേശു ക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, കണ്ടോ, പ്രഖ്യാപനമാണ്. അപ്പൊ 3:24 മുതൽ പൗലോസ് ഈ കാര്യം പറഞ്ഞു വരുന്നു. 4-ാം അധ്യായം മുഴുവനും ഉദാഹരണ സഹിതം പൗലോസ് അതിനെ വിശദീകരിക്കുന്നു. 5-ൽ അതിന്റെ 1-ൽ പ്രഖ്യാപിക്കുന്നു, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ, അവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക്. ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നുണ്ട്, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്നല്ല, കോൾഡ് ടു ബി സെയിൻസ്.
വിശുദ്ധന്മാരാകുവാൻ വിളിക്കപ്പെട്ടവർക്ക്. അപ്പോൾ അതിന്റെ 1-ാം ഭാഗമാണ് നമുക്കിവിടെ വേണ്ടത്. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. അതാണ് പൊസിഷണൽ ഹോളിനെസ്. യേശുവിലേക്ക് നമ്മളെ അങ്ങ് ഇറക്കി നിർത്തി. യേശുവിന്റെ നീതി നമ്മളെ അങ്ങ് ധരിപ്പിച്ചു. കാരണം ഓർമ്മയുണ്ടല്ലോ ഒരു പാപിയുടെ ദൈവസന്നിധിയിലെ അവസ്ഥ. അവൻ പാപിയായി, നീതിവസ്ത്രം നഷ്ടപ്പെട്ട് നഗ്നനായി, ലജ്ജിതനായി, നിസ്സഹായനായി, വിതൗട്ട് ഡിഫൻസ്, പ്രതിവാദമില്ലാത്തവനായി, കണ്ടംഡ്, ശിക്ഷിക്കപ്പെട്ടവനായി നിൽക്കുന്ന, ലോസ്റ്റ്, നഷ്ടപ്പെട്ടവനായി നിൽക്കുന്ന അവസ്ഥയാണ് ഒരു പാപിയുടെ. എന്നാൽ അവൻ യേശുവിൽ വിശ്വസിച്ച് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ നീതിവസ്ത്രം കൊണ്ട് ദൈവം ഇവനെ അങ്ങ് മൂടുകയാണ്. പിന്നെ ഇവൻ ദൈവസന്നിധിയിൽ നഗ്നനല്ല, അതുകൊണ്ട് ലജ്ജിതനല്ല, അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ലാത്തവനല്ല. അതെ, നാം ആദ്യത്തെ ഇപ്പോൾ നമ്മൾ പഠിച്ച 5 പടികൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുന്നു, നീതീകരിക്കപ്പെടുന്നു. നമ്മൾ പാപം ചെയ്തിട്ടേ ഇല്ലാത്ത ദൈവപുത്രനെ പോലെ ആണെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നീതി നമ്മുടെ പേരിൽ കണക്കിടുന്നു, നമ്മുടെ പേരിൽ കണക്കിടുന്നു. അങ്ങനെ നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്. അങ്ങനെ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് മുൻപോട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നമുക്കുണ്ട്. We are now obliged because we are justified freely. We have a certain obligations. അങ്ങനെ നമ്മൾ വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടതുകൊണ്ട് നമുക്കിനിയും ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്? ഹോളി ലൈഫ്, ഹോളി ലൈഫ്, സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധ ജീവിതം എന്ന ഒറ്റ പദത്തിൽ നമുക്ക് അതിനെ ഒതുക്കാം. വിശുദ്ധീകരണം എന്ന ഒറ്റ പദത്തിൽ നമുക്ക് നമ്മുടെ ആ മുഴുവൻ കടമകളെയും ഉത്തരവാദിത്വങ്ങളെയും നിർവചിക്കാം. അതിൽ ചിലതിനെ നമ്മൾ എടുത്തെടുത്ത് ഒന്ന് പറയാൻ ശ്രമിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം. അപ്പോൾ പൊസിഷണൽ ഹോളിനെസ് ഉണ്ട്, പ്രാക്ടിക്കൽ ഹോളിനെസ് ഉണ്ട്. പൊസിഷണൽ ഹോളിനെസ് യേശു ക്രിസ്തുവിൽ നമ്മെ നിർത്തി നമ്മെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധീകരണം, അത് സൗജന്യദാനമാണ്. അത് നമുക്ക് ലഭിച്ചു. നാം അതുകൊണ്ട് ഇന്ന് നീതിമാന്മാരാണ്, വിശുദ്ധന്മാരാണ്, ദൈവമക്കളാണ്. ദൈവത്തോട് നമുക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ കടമയാണ് പ്രാക്ടിക്കൽ ഹോളിനെസ്. ഇനിയും നമ്മൾ പ്രായോഗിക വിശുദ്ധീകരണം നടത്തണം. ഈ വിശുദ്ധീകരണത്തിന്റെ അന്തമാണ്, the ultimate or the culmination of this practical holiness is sanctification, glorification. ഈ പ്രായോഗിക വിശുദ്ധീകരണത്തിന്റെ അന്തം, അതിൻ്റെ ഉച്ചകോടിയാണ് തേജസ്കരണം എന്നുള്ളത്. ഈ 3 തലങ്ങളാണ് വിശുദ്ധീകരണത്തിനുള്ളത്: ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഇതാണ് വിശുദ്ധീകരണത്തിന്റെ 3 തലങ്ങൾ. അതിൽ ഒന്നാമത്തേത് ജസ്റ്റിഫിക്കേഷൻ. യേശുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് ദൈവം സൗജന്യമായി തന്നു. നാം അതുകൊണ്ട് ഇന്ന് നഗ്നരല്ല,
യേശുവിന്റെ നീതി ഉടുത്തവരാണ്. അതുകൊണ്ട് ദൈവം നമ്മെ ഇന്ന് കാണുന്നത് യേശുവിനെ കാണുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യേശുവിനെ പോലെ ആകുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ സെമിനാരി പഠനത്തിന്റെ ആദ്യ നാളുകൾ മലയാളം അല്ലാതെ ഒന്നും അറിയാതെയാണ് ഞാൻ സെമിനാരിയിലെത്തിയത്. എന്നെ അടുത്തറിയുന്ന എൻ്റെ ഒരു അയൽക്കാരനും സഭാ അംഗവുമായ ഒരാളും എന്നോടൊപ്പം ബൈബിൾ സ്കൂളിൽ വന്നു. എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം സർക്കാർ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചത് അറിയാവുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, BTH അഡ്മിഷൻ എടുക്കണ്ട, ഇംഗ്ലീഷ് മീഡിയമാ, നിന്നെ കൊണ്ട് പറ്റത്തില്ല, പകുതിക്ക് പിന്നെ മലയാളം മീഡിയത്തിൽ പോകുന്നത് നാണക്കേടാ. ഇതുകൊണ്ടോ ഞാനങ്ങ് ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ എടുത്തു. ആ ഒരൊറ്റ വർഷവും കൂടെ 10ാം ക്ലാസ്സുകാർക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. അടുത്ത വർഷം മുതൽ മിനിമം ക്വാളിഫിക്കേഷൻ 12th ആക്കി. ഏതായാലും എനിക്ക് കിട്ടിയ എൻ്റെ ആദ്യത്തെ പരീക്ഷയ്ക്ക് എനിക്ക് കിട്ടിയത് സ്റ്റഡി മെത്തേഡ്സിന്റെ ആയിരുന്നു ആദ്യ പരീക്ഷ. അത് എനിക്ക് കിട്ടിയത് അങ്ങ് വലത്തെ മുകളിലത്തെ കോർണർ തൊട്ട് ഇടത്തെ താഴത്തെ കോർണർ വരെ ഒരു വെട്ടും മണ്ടയ്ക്കൊരു വട്ടമാണ്. എൻ്റെ സെമിനാരി പഠനം ഞാൻ തുടങ്ങിയത് 0-യില. ആ സഹോദരൻ എൻ്റെ ക്ലാസ്സിലുണ്ട്, എന്നെ ഒത്തിരി ശകാരിച്ചു. നോ ഡിഫൻസ്, പ്രതിവാദമില്ല, ഒഴിഞ്ഞിരുന്ന് കേട്ടു, ദൈവസന്നിധിയിൽ കരഞ്ഞു. എന്നാൽ അങ്ങനെ പോകുന്ന അളവില് ഞങ്ങളുടെ ആദ്യത്തെ അസൈൻമെന്റ് ജോനൈൻ ലിറ്ററേച്ചർ എന്നൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സാഹിത്യങ്ങൾ, യോഹന്നാന്റെ തിയോളജി എന്ന. കുറെ കാലങ്ങൾ മണക്കാലയിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ബി വർഗീസാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അസൈൻമെന്റ് ആണ് ആദ്യമായിട്ട് എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത്. അദ്ദേഹം ബോർഡിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എഴുതണമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും എങ്ങനെയോ എഴുതി. ബാക്കി എല്ലാവരുടെയും പേപ്പർ കൊടുത്തു, എൻ്റെത് മാത്രം തന്നില്ല. ഞാനിങ്ങനെ വിറച്ചിരിക്കുക. ഏറ്റവും ഒടുവിൽ ചോദിച്ചു, ആരാ ഈ വർഗീസ് വിയോ? ഞാൻ പതിയെ എഴുന്നേറ്റ്, സാറേ ഞാനാന്നും പറഞ്ഞു. ഏതായാലും ആ അസൈൻമെന്റ് പേപ്പറിന് ക്ലാസ്സിൽ ഞാനായിരുന്നു ടോപ്പ്. എനിക്കറിയില്ല എങ്ങനെ കിട്ടി. അത് നിമിത്തം ബി വർഗീസ് സാറിന് ഞാൻ പഠിക്കുന്ന കുട്ടിയാണെന്നൊരു തോന്നൽ. അതുകൊണ്ട് ഒത്തിരി ലാഭം എനിക്കുണ്ടായി. ഏറ്റവും ഒടുവിലെ എന്നോട് ചോദ്യം ചോദിക്കത്തുള്ളായിരുന്നു. ചോദ്യം അതുകൊണ്ട് എൻ്റെ അടുക്കലുള്ള എത്തത്തില്ല. കാരണം മിടുക്കന്മാർ വേറെ ഉണ്ട്. അവരുടെ അടുക്കൽ ചോദ്യം വരുമ്പോഴത്തേക്കിനും ഉത്തരവാകും. അതുകൊണ്ട് ചോദ്യം എൻ്റെ അടുത്ത് വരത്തില്ല. സാറിന് എന്നെക്കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാതിരിക്കാൻ പഠിക്കണമെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ട് മറ്റേതൊരു അധ്യാപകരുടെ ക്ലാസ്സിനേക്കാളും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ ക്ലാസ്. അത് എന്നെ ലെക്ചർ നോട്ട്സ് എടുക്കാനും ഒക്കെ സഹായിച്ചു. പറഞ്ഞു വന്നതിന്റെ സാരം മനസ്സിലായോ? പാപികളായിരുന്ന നമ്മെ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് വിശ്വസിച്ചടുത്തു വന്നപ്പോൾ പിതാവായ ദൈവം യേശുവിന്റെ നീതിവസ്ത്രം അങ്ങ് ധരിപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ പിതാവ് നമ്മെ കാണുന്നത് ആരെ കാണുന്നത് പോലെയാ?
സ്വന്തം പുത്രൻ. തന്റെ യേശുവിനെ പുത്രനായ സ്വന്തം പുത്രനായ യേശുവിനെ കാണുന്നത് പോലെ. ബീവർഗീസ് സാറിന് എന്നെ കാണുന്നത് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയെ കാണുന്നത് പോലെയാണ് എന്ന തിരിച്ചറിവ് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയായി മാറാൻ എൻ്റെ അകത്ത് പ്രേരണ നൽകി. പിതാവായ ദൈവം നമ്മെ തൻ്റെ പുത്രനെ പോലെ കാണുന്നു എന്നുള്ളത് തൻ്റെ പുത്രൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നതിന് നമുക്ക് പ്രേരണയും വെല്ലുവിളിയുമായി തീരണം. സ്തോത്രം. അതിനാ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത്. മനസ്സിലാക്കാണുമല്ലോ. അങ്ങനെ നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിന്റെ തലങ്ങളിൽ ദൈവപുത്രനെ പോലെ ജീവിക്കുന്ന അനുഭവത്തിന്റെ പേരാണ് വിശുദ്ധീകരണം. അതിന്റെ അന്തമാണ് തേജസ്കരണം. ഈ പ്രായോഗിക വിശുദ്ധീകരണത്തിലെ ചില പ്രായോഗിക വശങ്ങളാണ് ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല നമുക്ക് രക്ഷ ലഭിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ ജീവിക്കേണ്ട അനിവാര്യതയുണ്ട്. നാം ഈ നിലയിൽ ജീവിക്കുന്നില്ലെങ്കിൽ അതിലൂടെ നാം വെളിപ്പെടുത്തുന്നത് നാം രക്ഷിക്കപ്പെട്ടവരെ അല്ല എന്നുള്ളത്. വ്യക്തമാണോ ഈ ഇത്രയും കാര്യങ്ങൾ? സ്തോത്രം. അതിന്റെ ചില പടികളിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതിൽ അടുത്തത് ഒന്നുകിൽ 1, 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 7, 8 എന്നുള്ള നിലയിലും എഴുതാം. അതില് 7ാമത്തെ കാര്യമായിട്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, do not be fashioned according to the course of this world. Do not be fashioned according to this world or according to the course of this world. ഈ ലോകത്തിന് നാം ഇനിയും അനുരൂപരാകരുത്. നാം ഇങ്ങനെ നീതീകരിക്കപ്പെട്ടവരാണെങ്കിൽ, നാം വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നമ്മൾ ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ ഇനിയും എന്തുണ്ടാകാൻ പാടില്ല? ഈ ലോകത്തിന് അനുരൂപരാകുവാൻ പാടില്ല. നമുക്കറിയാമല്ലോ, റോമാലേഖനം 12ന്റെ ആദ്യത്തെ വാക്യങ്ങളാണ് ഈ ലോകത്തിന് അനുരൂപരാകാതെ. We should not be conformed. We should not be fashioned according to this world. നമ്മൾ ഇന്നലെയും വായിച്ചല്ലോ എഫേസ്യ ലേഖനം 2:2 നിന്ന്. അന്ന്, അതായത് നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നപ്പോൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നാ വായിച്ചത്? ഈ ലോകത്തിന്റെ കാലഗതിയെയും ഈ ലോകത്തിന്റെ കാലഗതി എന്ന് വെച്ചാൽ ഈ ലോകത്തിന് അനുരൂപരായി ജീവിച്ചിരുന്നു. അന്ന് നമ്മൾ കർത്തൃത്വം നടത്തിയത് ആരായിരുന്നെന്നും പറയുന്നുണ്ട്. ഈ ലോകത്തിന്റെ ദൈവമായിരുന്ന ആകാശത്തിന്റെ അധികാരത്തിന് അധിപതി ആയവൻ. അവനെയാണ് ഈ ലോകത്തിന്റെ ദൈവമെന്ന് വിളിക്കുന്നത്. അപ്പം ഈ ലോകത്തിന് നാം അനുരൂപർ ആകരുത്. സ്തോത്രം. ഈ ലോകമെന്ന് പറഞ്ഞാൽ the world system active in our society which doesn't consider God or God's values or God's nature or will. This is this world. ഈ ലോകമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ പരിഗണിക്കാത്ത, ദൈവത്തെയോ ദൈവത്തിന്റെ മൂല്യങ്ങളെയോ ദൈവത്തിന്റെ സ്വഭാവത്തെയോ ഇച്ഛകളെയോ പരിഗണിക്കാത്ത ഈ ലോകത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലിയാണ്, ഒരു ജീവിത വ്യവസ്ഥയാണ് ഈ ലോകം എന്ന് പറയുന്നത്.
മനസ്സിലാവുക ഈ ലോകത്തിന്റെ നിർവചനം? കോസ്മോസ്, ലോകം. ലോകം എന്നതിന് പല അർത്ഥങ്ങൾ ബൈബിളിലുണ്ട്. യോഹന്നാൻ 3:16 ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവിടെ പറയുന്ന ലോകം എന്താണ്? ദ ഹ്യൂമൻ വേൾഡ്. യാ, സ്തോത്രം. യോഹന്നാൻ 3:16 പറയുന്ന ലോകം മനുഷ്യ സമൂഹത്തെ ദൈവം സ്നേഹിച്ചു എന്നർത്ഥം. ഇന്നലെയോ മിനിയാന്നോ നമ്മൾ വായിച്ചു അപ്പോസ്തലപ്രവൃത്തികൾ 17:24 ലോകവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ച ദൈവം. അവിടെ പറയുന്ന ലോകം ദ ക്രിയേറ്റഡ് വേൾഡ്, സൃഷ്ടിക്കപ്പെട്ട ലോകം എന്ന അർത്ഥമാണ്. എന്നാൽ ഇവിടെ ഇപ്പൊ നമ്മൾ റോമർ 12 കാണുന്നത്, എഫേസ് ലേഖനം 2:2 നമ്മളിപ്പോ വായിച്ചത്, 1 യോഹന്നാൻ 2:15-16 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ലോകം ഒക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നിർവചനത്തിൽ വരുന്നത്. The world system or the working system of this society which doesn't consider the person of God, the existence of God, the will of God, values of God. It goes on. ഈ ലോകത്തിന് നാം അനുരൂപരാകരുത്. കാരണം ഈ ലോകത്തിന് അതിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. അത് ആരെ പരിഗണിക്കുന്നതേ ഇല്ല? ദൈവത്തെ, ദൈവിക മൂല്യങ്ങളെ, ദൈവ ഇഷ്ടത്തെ. സ്തോത്രം. അങ്ങനെയുള്ള ഒരു ലോകത്തിന് നമ്മളാരും അനുരൂപരാകരുത്. അതുകൊണ്ട് ലോകത്തിൻ്റെതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി വേണം നമുക്കുണ്ടാകേണ്ടത്. 2 അക്കൂട്ടത്തിൽ അടുത്തത് 7, 8 നിങ്ങളുടെ സംഖ്യ എന്നിങ്ങനെ ഇട്ടോണേ. നെക്സ്റ്റ്, we should not be conformed to our pre-Christian lifestyles. Our pre-Christian lifestyles. നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ജീവിത ശൈലിയെ അനുഷ്ഠിക്കരുത്. ഫസ്റ്റ് പീറ്റർ 1:14 നമ്മുടെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പുരാതന കാലത്തെ മോഹങ്ങളെ മാതൃകയാക്കരുത്. അവർ പ്രീ ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളിൽ നിന്ന് മാറി യാത്ര ചെയ്യണം. സ്തോത്രം. കുറച്ചു നാൾ മുമ്പ്, അതേ നാളായില്ല, ഒരു കൺവെൻഷൻ അല്ല, ഒരു സഭായോഗ വേദിയിൽ ഒരു തിരുവത്താഴം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസംഗകൻ പറഞ്ഞത് വളരെ എന്നെ അതിശയിപ്പിച്ചു. താൻ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങളൊക്കെ തന്നെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ പാവമൊക്കെയാ, പക്ഷേ എനിക്ക് ജന്മനാ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും മാറിയിട്ടൊന്നുമില്ല, അതൊക്കെ എന്നിൽ കാണും. ഇത് കേട്ട ചിലർ വന്ന് എന്നോട് ചോദിച്ചു, ഇത് ശരിയാണോ? നമുക്ക് ജന്മനാ ഉള്ള പല സ്വഭാവങ്ങളെയും രക്ഷിക്കപ്പെടുന്നതിലൂടെ അതിജീവിച്ച് ക്രിസ്താനുരൂപരായി നമ്മൾ മാറേണ്ടതല്ലേ? തീർച്ചയായും. സ്തോത്രം. നാം ഭക്തരായി തീരുന്നതിന്, നീതീകരിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ
ജീവിതത്തിന്റെ അവസ്ഥകളെ മാതൃകയാക്കരുത് എന്നാണ് ആ വാക്യം. ഒന്ന് വായിച്ചോളൂ വേണമെങ്കിൽ ആ വാക്യം 1:14. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ ആക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. സ്തോത്രം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത്, ദൈവമുണ്ടെന്നറിയുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അജ്ഞത ഉണ്ടായിരുന്ന, ദൈവിക വിശുദ്ധിയെക്കുറിച്ച് നിങ്ങൾ അജ്ഞരായിരുന്ന, ന്യായവിധിയെക്കുറിച്ച് അജ്ഞരായിരുന്ന, യേശു മരിച്ചെന്ന് അറിയാതെയിരുന്ന നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, ചിലപ്പോഴൊക്കെ സോക്കോൾഡ് പ്രവാചകന്മാരുടെയൊക്കെ പ്രസംഗം ചിലപ്പോൾ കേൾക്കാറുണ്ട്. നുറുങ്ങുകളൊക്കെ ഞാൻ നോക്കാറുള്ളൂ. അതിൽ ഇന്നലെയോ മിനിയാന്നോ ഞാൻ കണ്ടൊരു സംഗതി, പ്രവചിച്ചും പ്രസംഗിച്ചും കൊണ്ട് നിൽക്കുമ്പം ഈ പുള്ളി കൈ അങ്ങ് ചുരുട്ടിക്കയറ്റി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് കൈ ചുരുട്ടിക്കയറ്റ, എനിക്ക് കൈ ചുരുട്ടിയെങ്കിലേ എനിക്ക് ധൈര്യം വരുത്തുള്ളത്. കൈ അങ്ങോട്ട്, ഉടുപ്പിന്റെ കൈ ചുരുട്ടി കയറ്റിയാൽ ഞാൻ പിന്നെ ഭയങ്കര ധൈര്യവാനാണെന്ന്. പണ്ടത്തെ പോലെ ഞാനൊന്ന് ചുരുട്ടി കയറ്റിട്ടെന്ന് കയറ്റുമ്പോഴാ എനിക്ക് എന്റെ ഫോമിലാകുന്നത്. ഏതവസ്ഥയാണിത്? പണ്ട് ഗുണ്ടയായി നടന്ന പുള്ളിയായിരിക്കും. കൈ ചുരുട്ടി ചീത്ത വിളിച്ചവനും ഇടിക്കാൻ പോയവനും അടിക്കാൻ പോയവനും ഒക്കെ ആയിരിക്കും. പക്ഷേ വീണ്ടും ജനനാനുഭവം പ്രാപിച്ചെങ്കിലോ, യേശുവിന്റെ വരവിനായി നോക്കിയിരിക്കുന്നവനാണെങ്കിലോ, പണ്ട് അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. നമുക്കൊക്കെ ഉണ്ട് an abominable ordersome past. നാറുന്ന ഒരു പഴയകാലം നമ്മിൽ പലർക്കും കാണും. ചുരുക്കം ചിലർക്കേ കാണത്തുള്ളൂ വല്ലാത്ത ഒരു ഭൂതകാലം ഇല്ലാതിരിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ മറച്ചു വെക്കേണ്ട ഒരു ഭൂതകാലം കാണും. അന്നത്തെ നമ്മുടെ സ്വഭാവങ്ങൾ ഇന്ന് നമ്മൾ അനുഷ്ഠിക്കരുത്. ഞാൻ ആരാണെന്ന് എനിക്കറിയാമല്ലോ, കുടുംബ പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ. സ്തോത്രം. ഒസാമ ബിൻ ലാദന്റെയോ ദാവൂദ് ഇബ്രാഹിമിന്റെയോ വീരപ്പന്റെ ഒക്കെ മക്കൾ പോലും ആയിക്കൊള്ളട്ടെ, രക്ഷിക്കപ്പെട്ടോ ആ ജ്ഞാനകാലത്തിന്റെ പാരമ്പര്യങ്ങളെ നാം പിന്തുടരുവാൻ പാടുള്ളതല്ല. സ്തോത്രം. അപ്പം രണ്ട് കാര്യങ്ങൾ. ബാക്കി നാളെ ആകാമെന്ന് കരുതുന്നു, സമയം അതിക്രമിക്കുന്നത് കൊണ്ട്. സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈവൻ ചിലയിടത്ത് നമ്മുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ വന്നാൽ പോലും അതും നമുക്ക് സഹിക്കാം സന്തോഷത്തോടെ. കാരണം നമ്മുടെ പ്രധാന ലക്ഷ്യം കർത്താവിന്റെ വരവാണ്. ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോവുക. സ്തോത്രം. 2, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നാം പ്രാപ്തരാവുക. സ്തോത്രം. അതിനായി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ വരവിനായി ഈ വചനങ്ങൾ നമ്മെ ഒരുക്കുമാറാകട്ടെ. സ്തോത്രം.